കാറ്റത്തെ കിളികൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷും അനിയന്മാരും കൂടെ തീരുമാനിക്കുന്നു നമ്മുടെ സുഭാഷിനെ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു. എങ്ങനെയായാലും സുഭാഷേട്ടനൊരു ജീവിതം അത്രമാത്രം അവർ ആഗ്രഹിച്ചുള്ളൂ. നികേഷ് ആണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരയിന്. അപ്പോൾ ഹരീഷ് എന്ന് പറയണ്ട, നികേഷേ നീ എന്തെങ്ങനെ സുഭാഷേട്ടനൊരു ജീവിതം വേണ്ടേ എന്നൊക്കെ പറയും. വേണ്ടാന്ന് ആരാ പറഞ്ഞേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകും. അപ്പം നികേഷേ എന്ന് വിളിച്ച് പോകാൻ പോകുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, വേണ്ട നിധി, അവൻ പോട്ടെ, അവൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ അവൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടും, അപ്പോൾ അവൻ തിരിച്ചു വരും. അതേപോലെ തന്നെ സംഭവിച്ചു. മുറിയിലൊക്കെ പോയി മുഖമൊക്കെ കഴുകി കണ്ണൊക്കെ തുടച്ച് സന്തോഷത്തോടെ അല്ല, സന്തോഷം അഭിനയിച്ചു കൊണ്ടായാലും നമ്മുടെ നികേഷ് വന്നു. അപ്പം നമുക്ക് പറഞ്ഞ പോലെ സുഭാഷേട്ടൻ്റെ കല്യാണം നടത്താം, ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കണം. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും കണ്ണീന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സുധീഷ് എന്നിട്ട് പറയും, ഡാ വിഷമിക്കരുത് നീ എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്ത് വിഷമം, എനിക്കൊരു വിഷമമില്ലാന്ന് പറയും. എടാ നാളെ ഹരീഷിൻ്റെയും നിൻ്റെയും വിവാഹം കഴിയും, നിങ്ങൾ സെറ്റിലാവും, നിങ്ങൾക്ക് തിരക്കാവും, നിങ്ങളും പോകും. അപ്പോൾ ഈ വീട്ടിൽ സുഭാഷേട്ടൻ മൂരടിച്ച് നിൽക്കണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഏട്ടാ എന്ന് പറഞ്ഞ് സുധീഷിനെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് നികേഷ്. അതിനുശേഷം അപ്പം അങ്ങനെ തീരുമാനിക്കുന്നു. അപ്പോൾ ആര് വിളിച്ചു പറയും, ഹരീഷ് വിളിക്കടാ സമ്മതോടെന്ന് പറഞ്ഞിട്ട്, ഞാൻ വിളിക്കൂല, നിങ്ങളല്ലേ സുഭാഷ് ഏട്ടൻ കഴിഞ്ഞാലുള്ള താഴെയുള്ള ചേട്ടൻ, നിങ്ങൾ വിളിച്ച് പറയാന്ന് പറയും. ഓ ശരി, അതിനൊക്കെ ഞാൻ വേണമല്ലേ എന്ന് പറയും. ഞാൻ അതിൻ്റെ വലിയ വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്ന് നിധി പറയും. ഹരീഷ് പറഞ്ഞാണ് ശരി, സുഭാഷ് ഏട്ടൻ്റെ താഴെ സുധീഷല്ലേ, സുധീഷ് വിളിക്കാൻ പറയും. അങ്ങനെ സുധീഷ് ഫോൺ ചെയ്ത് പെണ്ണിൻ്റെ അച്ഛനോട് പറയുന്നത് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. ആണോ, എന്നാൽ ശരി, ഞങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് വരുന്നൊരു ദിവസം വിളിച്ചറിയിക്കാമെന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭാസ്കരൻ വരുന്നുണ്ട്. ബന്ധുവാര് ശത്രുവാര് എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി റാത്ത് വന്നിരിക്കും. അപ്പം നിധി കട്ടൻ ചായയും കൊണ്ട് വരുമായിരിക്കും. ആ സമയത്ത് വീടെടുത്ത് കത്തിക്കുന്ന സമയമായിരുന്നു. നിധിനെ കണ്ടപ്പോൾ വേഗം വീടി കുത്തിക്കെടുത്തി അവിടെ വയ്ക്കും. എന്താ അതെന്ന് വയ്ക്കും. കണ്ടാറിനൂടെ കട്ടൻ ചായ എന്ന് പറയും. എന്നിട്ട് പറയും, അച്ഛാ സുഭാഷ് ഏട്ടനെ ആ ബ്രോക്കർ കൊണ്ടുവന്ന പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഞാനിന്ന് പോയിട്ടുണ്ടായിരുന്നു പറയും. അവരൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അവർക്കല്ലായിരുന്നു ഇഷ്ടമില്ലാത്തത്, അവൻ ആ പരിപ്പാടി ഉണ്ടാക്കി കൊടുത്ത വീടല്ലേ, പരിപ്പാടി ഉണ്ടാക്കി കൊടുക്കാണ്ട് പെണ്ണ് കണ്ട് ഇങ്ങോട്ട് പോരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അല്ല, അവർക്ക് ഈ വീടിനെ കുറിച്ചൊക്കെ ഇഷ്ടമില്ലായിരുന്നല്ലോ, പിന്നെന്താ അവർക്ക് സമ്മതം എന്ന് പറഞ്ഞതെന്ന് പറയും. അവരൊരു ഡിമാൻഡ് വെച്ചാന്ന് പറയും. എന്ത് ഡിമാൻഡ് എന്ന് പറയും. സുഭാഷ് ഏട്ടനും ആ പെൺകുട്ടിയും കൂടെ വേറെ വീടെടുത്ത് മാറി താമസിച്ചാൽ ഈ കല്യാണം നടത്താമെന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ ഇങ്ങനെ അന്നം വിട്ടിങ്ങനെ നിധിനെ നോക്കി നിൽക്കും. അച്ഛൻ ഓക്കെയാണോ എന്ന് ചോദിക്കും. എനിക്കെന്താ കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല, എല്ലാവരും പോട്ടെ, മോളും പോക്കോ, സുധീഷും പോട്ടെ, ഹരീഷും പോട്ടെ, നികേഷിന് പിന്നെ പണ്ടേ ഈ വീട് ഇഷ്ടമല്ല, അതുകൊണ്ട് അവനും പോട്ടെ, എല്ലാവരും പോയാൽ പിന്നെ അച്ഛൻ തനിച്ചാവില്ലേന്ന് പറയും. ഞാൻ എന്തിനു തനിച്ചാവണം, എൻ്റെ മക്കൾക്ക് പെണ്ണ് കിട്ടാതുള്ളൂ, എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് കൂടെ ഓവറാവില്ല ഏട്ടാന്ന് പറയും നിധി. പക്ഷെ ഭാസ്കരൻ നല്ല വിഷമമുണ്ട്. പറയുക പോട്ടെ, അവൻ്റെ കല്യാണം നടക്കാനല്ലേ, എനിക്കൊരു വിഷമമില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിധി വേഗത്തേക്ക് പോകും. പിന്നെ രാത്രിന് സുധീഷ് ഇങ്ങനെ കൊതുകടിയൊക്കെ കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൊതുകിൻ്റെ പരട്ടാനുള്ള ഓരോ ഓയിൽമെൻറ്റും കൊണ്ട് നിധി വരും. എന്നാ ഇത് പരട്ടിക്കോ, അപ്പോൾ കൊതുകടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. ഓ താങ്ക്സ് എന്ന് പറഞ്ഞത് മേടിക്കും. ഇയാൾ ഈ വീട്ടിൽ വന്ന സമയത്ത് ഞാനും ഇതേപോലെ തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഓർക്കുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിധി ഓർത്തത് ഇങ്ങോട്ടൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് നല്ലതാണെന്ന്. ഹലോ, കൊതുകടി കണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചൊറിഞ്ഞു മാന്തിരുന്നാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അതുകൊണ്ടിരുന്ന് പറയും. എന്നാൽ പറയുമെന്ന് പറയും. സുഭാഷ് ഏട്ടനോട് സത്യം പറയണമല്ലേ നല്ലത്, മറച്ചു വെച്ച് വിവാഹം നടത്തിയ സുഭാഷ് ഏട്ടൻ അറിഞ്ഞ എന്തായിരിക്കും സ്ഥിതി. എടാ അവിടെ തനിക്ക് തെറ്റുപറ്റിയത്, കല്യാണം കഴിക്കുന്നേക്കാൾ മുന്നേ സുഭാഷ് ഏട്ടൻ സമ്മതിക്കില്ല. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടൻ വേറെ ഓപ്ഷനില്ല, പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പോകും. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ എന്നറിയും. നടക്കോളൂ, താൻ പേടിക്കണ്ട, ഉറപ്പായിട്ട് നടക്കും. അങ്ങനെ അവർ സംസാരിച്ച് സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സുഭാഷ് ഏട്ടൻ വന്നപ്പോൾ അനിയന്മാരെല്ലാവരും കൂടെ ഇരുന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് സമ്മതം എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ സമ്മതം എന്ന് പറയണേ, അന്ന് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു പോയതല്ലേ, അവർക്ക് താല്പര്യമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സുഭാഷ് ഇങ്ങനെ ഓർക്കുകയാണ് ചെയ്യണത്, ഈ വിവാഹം വേണ്ട എന്നിങ്ങനെ പറഞ്ഞത്, അവർക്ക് ഈ വീട് താല്പര്യമില്ല എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ച് വരികയാണ്. അപ്പോൾ സുഭാഷ് പറയും, അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് പിന്നെ എന്ത് പറ്റിയെന്ന് പറയും. അതെ, ആ പെൺകുട്ടിക്ക് കുറേ ആലോചന വന്നിട്ടുണ്ടാവും ചേട്ടാ,
ഒന്നും സുഭാഷേട്ടൻ്റെ അത്ര ഒത്തിട്ടുണ്ടാവില്ല. അപ്പോൾ വേണമെങ്കിൽ ഇത് ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇവിടെ സുഭാഷേട്ടൻ്റെ കല്യാണം ആയിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കി ബ്രോക്കറോട്. ഞങ്ങളാണെങ്കിൽ സമ്മതിക്കുകയും ചെയ്ത്. നിങ്ങൾ സമ്മതിച്ചോ? എന്നോട് ചോദിക്കാണ്ടാന്ന് പറയും. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സുഭാഷേട്ടന് തീരുമാനിക്കാന്നുണ്ടെങ്കിൽ സുഭാഷേട്ടൻ്റെ ഈ ഒരു കാര്യം ഞങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. ഞങ്ങൾ തീരുമാനിച്ചു, അങ്ങോട്ട് പോകാം, കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയും. ഞാൻ സുഭാഷ് വേഗം എഴുന്നേറ്റ് അടുക്കളയ്ക്ക് പോകും. എനിക്ക് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടുക്കളയ്ക്ക് പോകും. പിന്നെ ചോറ് ഇങ്ങനെ ഗ്യാസ്മൊക്കെ എടുത്ത് തിളയ്ക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ സുഭാഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വേറെ വീടെടുത്ത് മാറാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമെന്ന് അവരച്ഛൻ പറയണത് വീണ്ടും വീണ്ടും ഇങ്ങനെ സുഭാഷ് കിച്ചണിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്ത് പറ്റി അവർക്ക് പെട്ടെന്ന് ഈ കല്യാണം തീരുമാനിക്കാമെന്നൊക്കെ അങ്ങനെ ആലോചിക്കുന്നത്. അതിനുശേഷം പിന്നെ പ്രൊമോയിൽ കാണിക്കണമെങ്കിലും ആ പെൺകുട്ടി വിളിക്കുന്നുണ്ട് സുഭാഷിനെ വിളിച്ചിട്ട് സുഭാഷിന് ഇഷ്ടമാണെന്ന് പറയണതും കല്യാണം ഞാൻ നമ്മുടെ വിവാഹം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലും സുഭാഷ് എനിക്ക് പരിപ്പടി ഉണ്ടാക്കാൻ പഠിപ്പിച്ചതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കും എന്നൊക്കെ പറയുമ്പോൾ സുഭാഷിന് ചിരിക്കുന്നുണ്ട്. എനിക്ക് സുഭാഷിൻ്റെ ഇന്നസെൻസ് അത്ര അധികം ഇഷ്ടമായി എന്നൊക്കെ പറയും. അതിനുശേഷം നിധി അച്ഛനോട് പറയുന്നു, അച്ഛാ ആ പെൺകുട്ടിയുടെ വീട്ടുകാരിന്ന് വരും, അതുകൊണ്ട് അച്ഛൻ വൈകുന്നേരം ഇവിടെ ഉണ്ടാവണം എന്നിങ്ങനെ പറയണ്. അപ്പം നിധി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാസ്കരൻ ഇങ്ങനെ അന്തം വിട്ടുകഴിഞ്ഞിട്ട് ഇങ്ങനെ നിധിനെ നോക്കി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെയും പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.